അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ അഭിജിത്തിന്റെ വീട്ടിലെ വിശേഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങിബാ. അപ്പോൾ വീണ്ടും വെൽക്കം ബാക്ക്. അടുത്ത എപ്പിസോഡ് ആക്ടിങ് ആണ്. അപ്പോൾ വാഹന വിശേഷങ്ങളുടെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, എന്നാലും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഡ്രീം ഗ്യാരേജിനെ പറ്റിയാണ്. കഴിഞ്ഞ 6 മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് മേടിച്ച 2 വണ്ടികൾ. ഓക്കെ, അപ്പോൾ ഇനി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞേക്കാം. ഞാനല്ല പറയണ്ടേ, ഒന്ന് പറഞ്ഞേക്ക്. അറിയാറിയല്ലോ, പേര് അഭിജിത്ത്, നിങ്ങളുടെ ട്രേഡ് ട്രാവർ അഭിജിത്ത്. അതെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ നിങ്ങൾ ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ആൻഡ് ആദ്യം മേടിച്ച കാറ് താറ്. യെസ്, 3 ഡോർ താറ്, ബ്ലാക്ക് കളർ. നമ്പർ പ്ലേറ്റ് ഒക്കെ കണ്ടോ? 1212. ഈ നമ്പർ പ്ലേറ്റിന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ടല്ലോ, ഏഞ്ചൽ നമ്പർ. ഓക്കെ, അതായത് അതിന്റെ പ്രത്യേകത ഒന്നുമില്ല, അത് കാണുന്നത് നല്ലതാണെന്നാണ്. മറ്റേ ഇതിന്റെ ഉണ്ടല്ലോ, കാർത്തിക് സൂര്യയുടെ 9191 11 നമ്പേഴ്സ് ആണ്. ഓക്കെ, ട്രേഡ് ട്രാവലർ അഭിജിത്തിന്റെ ബ്ലാക്ക് താർ. എന്താണ് താറിലോട്ട് വരാനുള്ളത്? താറ് ഒരു ഒരു രാജകീയ പവറുള്ള ഒരു വണ്ടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഒരു SUV എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു SUV എടുക്കണമെന്നുള്ള ആഗ്രഹം. നേരത്തെ ഉണ്ടായിരുന്ന i20 ആയിരുന്നു, ഹാഷ് ബാക്ക്. അപ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. അപ്പോൾ ഒരു സാധനം SUV ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ വണ്ടികൾ, സെൽറ്റോസും കുറെ സാധനങ്ങൾ നോക്കി. മിനി SUV ഞാൻ നോക്കിയത്, അങ്ങനെ ടോപ്പ് സാധനങ്ങളൊന്നും XUV ഫോർച്യൂണറൊന്നും അല്ല. പക്ഷെ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആ റേറ്റിന്റെ അടുത്ത് വരുന്നൊരു സാധനം താറ്. ഇത് റിയൽ വീൽ ഡ്രൈവ്. പക്ഷെ വണ്ടി അടിപൊളിയാണ്. അങ്ങനെ ഞാൻ കുറെ സാധനങ്ങൾ ഓടിച്ചു നോക്കി. ഇതിനകത്ത് കയറി ഇരുന്ന് ഓടിച്ചപ്പോൾ കിട്ടിയ ഫീൽ ഒന്നും മറ്റതിനകത്ത് കിട്ടിയില്ല. ഇത് നമ്മുടെ ഒരു ഫോർച്യൂണർ ഓടിക്കുന്ന സെയിം രീതി തന്നെ. അതിന്റെ അകത്തിരിക്കുന്ന ആ ഒരു കമാൻഡിങ് പൊസിഷൻ എല്ലാം സെയിം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വിലക്ക് 100% അറിയാലോ. ഇത് അന്ന് ഓൺ റോഡ് എനിക്ക് തോന്നുന്നു 16 ലക്ഷം രൂപയ്ക്ക് വണ്ടി മുതലാണ് അല്ലെ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ക്യാഷ് കൊടുത്തു. ബ്ലാക്ക് ഓബിയസ്ലി ബ്ലാക്ക്. അപ്പൊ ഈ BM എടുക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു? പ്ലാൻ ഇല്ല. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ BM എടുത്തപ്പോൾ BM പ്ലാൻ ഇല്ലായിരുന്നു. ഐ മീൻ ഇല്ല, BM അപ്പൊ പ്ലാൻ ഒന്നും ഇല്ല. BM എനിക്ക് 6 മാസത്തെ പ്ലാനിങ് ആണ് BM. യെസ്. ഓക്കെ, അപ്പൊ വീട്ടിലേക്ക് ഒരു വണ്ടി വേണം എന്നുള്ള രീതിയിലാണ് ആദ്യം താറെടുത്തത്. താറെടുത്തിട്ട് ഒരു 6 മാസം ഓടിച്ചു കഴിഞ്ഞാണ് BM എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 6-8 മാസമായി. താറെടുത്തതിന് ശേഷം താറെടുത്തതിന് ശേഷം 7-8 മാസം കഴിഞ്ഞിട്ട് 1 വർഷം എടുത്തത്. ഇത് വർഷത്തിന്റെ തുടക്കം എടുത്തു. ഇത് സെപ്റ്റംബറിൽ എടുത്തു. അങ്ങനെ ഇത് ജനുവരിയിൽ എടുത്തത്. അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നോ? ഇത് വെയിറ്റിംഗ് പീരീഡ് ഒന്നും എനിക്ക് വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നു, ഡെലിവറി തന്നു. നമുക്ക് ഈ വണ്ടിയൊക്കെ പുറത്തിട്ടിട്ട് കാണിക്കാം. നമ്മൾ അതിനു മുമ്പ് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഒരു ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് BM പോവാം. ഇത് മോഡൽ ഏതായിരുന്നു? ഇത് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പേ. ഓക്കെ, അപ്പൊ ഇത് എഞ്ചിൻ വൈസ് 2 ലിറ്റർ പെട്രോൾ 220i. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ഡ്രൈവും പോവാം, കുറച്ച് വിശേഷങ്ങളും പറയാം, ഫുഡും കഴിക്കാം. BMW Bayerische Motorenwerke. ഓക്കെ, വണ്ടി എടുത്തോ? യെസ്. ഫുഡ് കഴിക്കാൻ പോവാം. ഒരു സാധനം എടുത്തോട്ടി വണ്ടി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ഗ്യാരേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ രാവിലെ ആക്ച്വലി ഇറങ്ങിയതാണ്. ഒരു ഷൂട്ട് കഴിഞ്ഞു, ഒരു എപ്പിസോഡ് കഴിഞ്ഞു. ആൻഡ് ഇതാണ് നമ്മുടെ വീട്, അഭിജിത്തിന്റെ വീട്. കളറിന് പറയുന്ന പേര് ഇത് തണ്ടർ ബ്ലൂ അല്ല, ഗ്രീൻ കൈൻഡ് ഓഫ് അങ്ങനെ എന്തോ ഒരു പ്രസൻസ് ഉണ്ട് ഈ കളറിന് അല്ലേ? പ്രസൻസ് അടിപൊളി കളർ ഉണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത എനിക്ക് തോന്നുന്നു 2 സീരീസിന് മാത്രമേ ഉള്ളൂ ഈ കളർ കൊടുത്തിട്ടുള്ളത്. BMW അങ്ങനെയാണ് പൊതുവെ. ഒരു മോഡലിന് ആ ഒരു കളറെ കൊടുക്കത്തുള്ളൂ. ഇവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ വണ്ടിക്ക് ഈ കളറുണ്ട്. വേറെ മോഡൽ വരുമ്പോ ഇല്ല. ഓക്കെ, നമുക്ക് കാറിൽ കയറാം. ഫ്രെയിംലെസ് ഒക്കെ അത് ഞാൻ നോക്കിയേ. ഫ്രെയിംലെസ് ഗ്ലാസ്. യെസ് ഗൈസ്. നമ്മളങ്ങ് താന്നിരിക്കും അല്ലേ? യെസ്, അതിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാണ്? ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. യെസ്, നമ്മളിപ്പോ എങ്ങോട്ടാ ഫുഡ് കഴിക്കാൻ പോന്നെ? നമുക്ക് അടൂര് പോവാം. എന്താ വേണ്ടേ? എനിക്ക് അങ്ങനൊന്നുമില്ല.
ഞാൻ ഈ വണ്ടി ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇൻസൈഡ്. എത്ര ഇഞ്ചിന്റെ സ്ക്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ, എന്നല്ല എനിക്ക് പറയാൻ എത്ര ഇഞ്ചാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും മോശമല്ലാത്തൊരു ഡിസ്പ്ലേ ഉണ്ട്. അതെ, ഇതിനകത്ത് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ്. പിന്നെ അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റഡ് ഒരു മാപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വണ്ടിയുടെ എല്ലാ തരം ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കിട്ടും. വെഹിക്കിൾ സ്റ്റാറ്റസ് എന്നുള്ള സ്റ്റാറ്റസ് ഇതൊക്കെ മഞ്ഞയാവുമ്പോഴാണ് ഒരു BMW ജർമ്മൻ കാർ ഓണർ. അല്ല, ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് എന്ത് മേറ്റ് തരുന്നു? അത് ഞാനൊരു എഞ്ചിൻ ഓയിൽ ഇത് ചേഞ്ച് ചെയ്തു. പിന്നെ വണ്ടിക്കകത്ത് ബ്രേക്ക് പാഡ് മാറി. ബ്രേക്ക് പാഡിന് 30,000 രൂപ ഒരു സെറ്റ് ഫ്രണ്ട്. പിന്നെ AC-യുടെ എന്തൊരു ഫിൽറ്റർ എല്ലാം കൂടി ഒരു 52,000 GST ഇൻക്ലൂഡിംഗ് GST. ഇത് ലൈക്ക് പീരിയോഡിക് സർവീസാ. വണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ സർവീസ് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് സർവീസ് പ്രതീക്ഷിക്കാൻ ചോദിക്കാം, നമ്മുടെ ഓടിയുടെ അനുസരിച്ച്. ഇപ്പൊ അടുത്തത് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 12,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു സർവീസ് കഴിഞ്ഞ ഒരു 12,000 to 15,000 മര്യാദക്ക് ഓടിക്കുകയാണെങ്കിൽ സർവീസ് വരും. ഇഫ് ഹറിബറിയായിട്ട് റഷ് ആയിട്ട് അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഒരു 10,000-9,000 സർവീസ് വരും. അപ്പൊ എനിക്ക് ഈ സർവീസ് ഫസ്റ്റ് സർവീസ് ഞാൻ ആദ്യത്തെ ഒരു സർവീസ് കഴിഞ്ഞ് 9,000 അടുത്ത് കിട്ടി. ബിക്കോസ് കുറച്ച് അടിപൊളിയായിട്ടാണ് ഓടിക്കുന്ന വണ്ടി. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ ബ്രേക്ക് പാഡും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ഇത് വരും. സെഡാൻ ആയതുകൊണ്ട് നമ്മളൊരു ലോ പക്ഷെ അത് ഫണ്ണാണ് ഓടിക്കാനാണ്. നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ലെവൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ഇരിക്കുമ്പോൾ ഒരു വേറൊരു വൈബാണ്. അത് നമുക്ക് SUV വെച്ച് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. ആൻഡ് ബാക്ക് സീറ്റിലൊക്കെ നമുക്ക് വിശാലമായി ഇരിക്കാം. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയിട്ട് പോകാം. നമ്മൾ ഡ്രൈവ് പോവുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഇതിന്റെ സൺറൂഫ് ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടു. ആകെ ലൈക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എല്ലാം അവര് എല്ലാ ഫീച്ചേഴ്സും ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. എനിക്ക് താഴെ ഇറങ്ങുമ്പോൾ എന്റെ ഗ്ലാൻസ് വലിയ പ്രശ്നങ്ങളില്ല. വലിയ കുഴപ്പമില്ല. ഒന്നും നോക്കണം, കുറച്ച് കെയർഫുൾ ആയിട്ട് കൊണ്ടു നടന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ മെയിൻ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ BMW ആയിട്ട്. നമ്മള് താറിന്റെ കഥ പറഞ്ഞപ്പോ താറ് ആക്ച്വലി ജനുവരിയിലെടുത്തു, 2024 ജനുവരിയിലെടുത്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് 6 മാസം 7 മാസം കഴിയുമ്പോഴേ ഈ വണ്ടി എടുക്കാം. അപ്പൊ ആ 7 മാസത്തെ ഗ്യാപ്പിലാണ് ഈ വണ്ടി എടുക്കാനുള്ള തീരുമാനമായത്. ഏത് മൊമെന്റിലാ BM-ലോട്ട് വരണം അല്ലെങ്കിൽ അടുത്ത വണ്ടി എടുക്കണം എന്നുള്ള ചിന്ത ചെയ്ത് താർ എടുത്തു കഴിഞ്ഞിട്ട്? ഒബ്വിയസ്ലി ഇപ്പം താറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതൊരു 2 ഡോർ നമുക്ക് പുറകിൽ കയറാൻ ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ ഉപയോഗിച്ചിട്ടിരുന്ന വണ്ടി i20 ആണ്. അപ്പൊ അത് സുഖമായിട്ട് നമുക്ക് കയറി ഇറങ്ങാനൊക്കെ പറ്റുമല്ലോ. ചില സമയത്ത് നമുക്ക് താറ് കൊണ്ട് പുറകിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അടുത്ത ഒരു വണ്ടി എന്നുള്ളത് എന്തായാലും മനസ്സിലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. ഒരിക്കലും ഒരു പ്രീമിയം വണ്ടി എന്നുള്ളത് ഇല്ലായിരുന്നു. സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ XUV ആയിരുന്നു. XUV 700 മഹീന്ദ്രയുടെ ഫാമിലി ആവണം, അവരുടെ അടുത്ത വണ്ടി XUV 700 എടുക്കണം എന്നുള്ള പ്രീമിയം ഉണ്ടല്ലോ. പ്രീമിയം ആണ്, അത്യാവശ്യം പ്രീമിയം ആണ്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 32 ലക്ഷം രൂപയ്ക്ക് അടിപൊളി വണ്ടി എല്ലാം ഉണ്ട്. ഫീച്ചർ ലോഡഡ് അഡാസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, അടിപൊളി സാധനം. അപ്പൊ അങ്ങനെ ഞാനത് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു, വണ്ടി എടുക്കാന്നുള്ള ഒരു പ്ലാനിങ് വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തായാലും ഒരു വണ്ടി എടുക്കുക, നെക്സ്റ്റ് ഒരു വണ്ടി എടുക്കുക, ഒരു പ്രീമിയം വണ്ടിയിലേക്ക് ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോ ഞാൻ കുറെ സ്ഥാപനങ്ങളിൽ പോയി വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി. പലയിടത്തും പറയുന്ന കാര്യങ്ങളൊക്കെ തമ്മി ചില പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, റിസ്ക് എടുക്കണ്ട. കാരണം ജർമ്മൻ കാസ് ആണ്, നമ്മൾ എടുത്തു കഴിഞ്ഞ് പണി വാങ്ങിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, എന്നാ പിന്നെ ഒരു പുതിയ വണ്ടി അങ്ങ് എടുക്കാം. ഓക്കെ, എന്തായാലും ഇത്ര സ്പെൻഡ് ചെയ്യുന്നു, കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരു പുതിയ വണ്ടി, ഒരു ഡ്രീം കാർ. എനിക്ക് BMW പണ്ടോട്ട് ഇഷ്ടമാണ്. പക്ഷെ അതങ്ങനെ ഇപ്പൊ വാങ്ങും എന്നുള്ള ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞോട്ട് താർ എടുത്തപ്പോ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണ് ഞാൻ വണ്ടി എടുക്കുന്നെങ്കിൽ ഒരു 2 മാസം മുന്നാണ് എന്റെ മനസ്സിൽ അത് കയറി കൂടിയത്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ അടുത്തൊക്കെ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു വോൾട്ടസ് എടുക്കാൻ പറഞ്ഞു, GT വോൾട്ടസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ സെഡാൻ ലവർ അല്ല ഞാൻ. റോഡുകൂടെ പോകുമ്പോൾ പോലെ എനിക്ക് സെഡാൻ അത്ര ഇഷ്ടമല്ല. ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് എപ്പോഴും SUV അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോ പക്ഷേ ഈ പറഞ്ഞോട്ട് ഞാൻ അങ്ങനെ BM-ൽ വന്നു. വണ്ടി നമുക്ക് പറ്റുന്ന നമ്മുടെ ഒരു റേഞ്ചിലുള്ള വണ്ടി ഇങ്ങനെ നോക്കിയപ്പോ X1 കുഴപ്പമില്ല. പക്ഷെ X1-ന് ഈ പറഞ്ഞ വിട്ട് എനിക്ക് അവരുടെ ഒരു BMW-ന്റെ ഒരു SUV-യുടെ ഒരു ക്യാരക്ടർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പുതിയ ഫീച്ചർ ലോഡർ ആണ് വണ്ടി. X1 എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു BMW-ന്റെ ആ ഒരു പ്രസൻസ് റോഡിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്നില്ല. ബിക്കോസ് X1 എന്ന് പറയുന്നത് പണ്ട് തൊട്ട് ഔട്ട്ഡേറ്റഡ് ആയ പോലെ. അതെ, എക്സാക്ട്ലി. അന്ന് അവർ ഇട്ട ഡിസൈൻ ഇന്നും തുടരുക. അതേ ഒരു ബോഡി അതേ ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ടാണ് ഇന്നും വണ്ടി പണിയുന്നത്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു ഫിഗർ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ന്യൂ ഏതാ ഓൾഡ് ഏതാണെന്നുള്ള ഒരു ഡൗട്ട് വരുന്നുണ്ട്. അറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക്. അപ്പൊ ഞാൻ നോക്കി വന്നപ്പോ ഞാൻ 2 സീരീസ് കണ്ടു. അന്നാ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. നോക്കിയപ്പോ ഇത് അടിപൊളി 2GC എന്നാണ് പേര്, 2 സീരീസ് ഗ്രാൻഡ് കൂപ്പെ. അപ്പൊ വണ്ടി ഇത് നൈസ് ആണെന്ന് തോന്നി. ഇതിന്റെ കളറ്, പിന്നെ ഫ്രെയിംലെസ് വിൻഡോ, പിന്നെ മോശമല്ലാത്തൊരു അടിപൊളി എൻജിൻ, നല്ല ഇന്റീരിയർ. പിന്നെ ഈ വണ്ടിയെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ i8-ന്റെ അതുപോലെ തന്നെ ഇസഡിന്റെ ഒക്കെ BMW Z മോഡലിന്റെ ഒക്കെ ഒരു ലുക്ക് വരുന്നുണ്ട്, Z4-ന്റെ ഒക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തുകൊണ്ടൊരു അടിപൊളി വണ്ടി. 5 പേർക്ക് സുഖമായിട്ട് പോവാം, 4 പേർക്ക് സുഖമായിട്ട് പോവാം. ഡ്രൈവിംഗ് അടിപൊളി, പൊസിഷൻ
എല്ലാം ഞാൻ ഉദ്ദേശിച്ച ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്കൊരു സൺറൂഫ്, പാനോറാമിക് സൺറൂഫ് ഉള്ള ഒരു വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോ എന്നാ വാ എടുക്കാന്ന് വെച്ചിട്ട് 2 സീരീസിൽ കൈവച്ചു. അങ്ങനെ ഇത് ഓൺ റോഡ് എത്രയായി? ഇത് ഓൺ റോഡ് ഏകദേശം 62 62 lakhs. EMI ഇല്ല. EMI ഇല്ലാതെ. അപ്പോ ഞാൻ മെയിനായിട്ട് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പം വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഡിപ്രിസിയേഷൻ അസറ്റ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഫിൻടെക് വീഡിയോസ് ചെയ്യുന്ന ഒരാള്. അപ്പോ നോർമലി ഉള്ള ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു പ്രീമിയം വണ്ടി എടുക്കുമ്പോൾ എത്ര രൂപ ടാക്സ് നോക്കും, ഇത്ര രൂപ ഓൺ റോഡ് ഇൻഷുറൻസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നോക്കും. ഉറപ്പായിട്ടും സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും മേ ബി മിക്ക ആൾക്കാരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് ഹാൻഡ് നോക്കാൻ നേരത്തെ ഈ പറഞ്ഞ ജർമ്മൻ വണ്ടിയുടെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഇതിനകത്തോട്ട് പോയെന്ന് കണ്ടു. എന്നാലും എത്ര രൂപ ഡിഫറൻസ് വന്നേനെ മേ ബി ഒരു സെക്കൻഡ് ഹാൻഡ് വരുമ്പോൾ? മേ ബി ഈ വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ എൻക്വയറി ചെയ്തപ്പോൾ 2 സീരീസിന് ഒരു 19,000-20,000 കിലോമീറ്റർ ഓടിയ 2 വർഷമായ വണ്ടിക്ക് ഐ തിങ്ക് ഒരു 40-45 ലക്ഷം രൂപ വരുന്നുണ്ടായിരുന്നു. 45ഓളം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ പുതിയ വണ്ടിക്ക്. അപ്പൊ റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല. അങ്ങനെ ന്യൂയില് അതാ ഞാൻ പറഞ്ഞ, പലയിടത്തും ഞാൻ തിരക്കിയപ്പോ ഈ സംസാരത്തിൽ പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത, സെക്കൻഡ് ആണെന്നുള്ളത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് വാറന്റി കിട്ടത്തില്ല. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് നമ്മൾ പെട്ടു. ജർമ്മൻ കാസ ഷോറൂമിൽ കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാലും വലിയൊരു എമൗണ്ട് ബില്ല് എഴുതി തരും. ഈ പറഞ്ഞോട്ട് സെക്കൻഡ് ഹാൻഡ് ഷോറൂംസ് മേ ബി അവർ കൈ ഒഴിഞ്ഞേക്കാം. എല്ലാരും അല്ല, അവര് കൂട്ടിപ്പോയാലും അതെ, ആരോടും പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ ന്യൂയിലേക്ക് വന്നു. അല്ല, ഒരു പക്ഷേ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയായിരുന്നെങ്കിൽ അത് നല്ലൊരു ഫിനാൻഷ്യൽ ഈ വിലക്ക് 62 ലക്ഷം രൂപയ്ക്ക് നമുക്ക് GT എടുക്കാം. ഈ പറഞ്ഞിട്ട് 3 സീരീസ് ഒന്നും അല്ല, അതിൽ ഇപ്പം ഡൽഹിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ ആ സൈഡിലോട്ട് അങ്ങനെ ചിന്തിച്ചില്ലേ? ഇല്ല, ഒബ്വിയസ്ലി 3 സീരീസിന്റെ പുത്തൻ മോഡൽ നമുക്ക് ഈ വിലക്ക് കിട്ടും. പുതിയ ഐ മീൻ ഒരു 20,000, 20,000, 30,000 കിലോമീറ്റർ ഓടിയ 2-3 വർഷമായ വണ്ടി ഈ ഒരു വിലക്ക് കിട്ടും. 62-65 ലക്ഷം രൂപ എടുക്കാം. ഓൺ റോഡ് എത്ര 80 കണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ റിസ്ക് മനസ്സിൽ വെച്ചിട്ടാണ് ഉറപ്പായിട്ടും നമുക്ക് എടുത്തത്. യെസ്, ഉറപ്പായിട്ടും. പിന്നെ വണ്ടിയുടെ മോഡൽ കൂടുന്നതനുസരിച്ച് മെയിൻ്റെനൻസ് ബാക്കി കാര്യങ്ങളൊക്കെ മാറും. ഈ പറഞ്ഞോട്ട് 2 സീരീസ് X1 എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നല്ല എനിക്ക് തോന്നുന്നു. എൻട്രി ലെവൽ ഇങ്ങനെയാണ് ഞാൻ തുടക്കം വിചാരിച്ചത്. പക്ഷെ ഞാൻ വണ്ടിയുടെ ഓണർ ആയതിനു ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായത്, 2 സീരീസ് ആയാലും 3 സീരീസ് ആയാലും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഏകദേശം മെയിൻ്റെനൻസ് ഒക്കെ ഒരുപോലെ. അതെ, ഇപ്പൊ 52,000 എനിക്ക് ബില്ല് വന്നു ഒരു സർവീസിന്. മേ ബി 3 സീരീസ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു 5,000 രൂപ കൂടും. ആ ഒരു ബേസ് എമൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതുപോലുള്ള കംഫർട്ടും അതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ലോഡഡ് ആണ്. കുറച്ചുകൂടെ വ്യത്യാസം വരും, കംഫർട്ടിലും ഇച്ചിരി വണ്ടിയുടെ ഒരു വലുപ്പത്തിലൊക്കെ കുറച്ച് വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ അടൂർ ബൈ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ 2 വണ്ടികളും കുറച്ച് വിശാലമായി കാണിക്കാൻ വേണ്ടി നമ്മൾ കാർ പോർച്ചിൽ നിന്ന് ഇറക്കിയിട്ടു. അപ്പോൾ ഒന്നുകൂടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ 2 വണ്ടികളാണുള്ളത്. ഒന്ന് മഹീന്ദ്ര താർ 3 ഡോർ, രണ്ടാമത്തേത് 2 സീരീസ് കൂപ്പെ 220i. പേര് പിടിച്ചു പെട്രോൾ 2 ലിറ്റർ വണ്ടി. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഡ്രൈവ് പോയി. ഇനി നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ പോവാം. ഒരു 6 മാസം 7 മാസം ഗ്യാപ്പിലാണ് ഈ വണ്ടി വണ്ടിയിലോട്ട് വന്നത്, അല്ലെ പുതിയൊരു വണ്ടി എടുക്കാനുള്ള പ്ലാൻ വന്നത്. അപ്പൊ ഈ പ്ലാൻ വന്നപ്പോൾ എത്രയായിരുന്നു ബഡ്ജറ്റ്, ആൻഡ് എന്തിന് ഇങ്ങനെ ഒരു ബ്രാൻഡിലോട്ട് പോയി? ഓക്കെ, BMW പോയി. എന്തൊക്കെയായിരുന്നു നോക്കിയിരുന്നത്, കൺസിഡർ ചെയ്തിരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രീമിയം വെഹിക്കിൾ. ഒരു പ്രീമിയം വെഹിക്കിൾ, ഒരു ജർമ്മൻ കാർ. അപ്പൊ ആദ്യം വന്നത് മനസ്സിൽ വോക്സ്വാഗൺ ഒബ്വിയസ്ലി. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു അപ്പിൽ നിൽക്കുന്ന, കുറച്ചുകൂടെ ഒരു ഡ്രൈവിങ്, ഞാൻ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടി, താറ് ഏകദേശം ഒരു ഡ്രൈവേഴ്സ് വണ്ടിയാണ്, അടിപൊളിയാണ് ഓടിക്കാൻ. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവേഴ്സ് കാർ, ഒബ്വിയസ്ലി ഞാൻ A ക്ലാസ് നോക്കിയിരുന്നു മെർസിഡീസിന്റെ. പക്ഷെ അതൊരിക്കലും ഒരു ഡ്രൈവേഴ്സ് കാർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതലും കംഫർട്ട് ഒരു ഫാമിലി വണ്ടി. പക്ഷെ 2 സീരീസിലോട്ട് വന്നപ്പോൾ അതിപ്പോ BMW ഏത് മോഡലിൽ കയറിയാലും ഡ്രൈവർ സീറ്റ് ഈസ് അമേസിംഗ്, ഒന്നും പറയല്ല. അതിനകത്ത് കിട്ടുന്ന ഒരു അറ്റൻഷനും ഈ പറഞ്ഞോട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലും അത് വേറെ ലെവലാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ എടുത്തു. ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഞാൻ കൊച്ചിയിലിട്ടിട്ട് ഓടിച്ച് അവിടുത്തെ ഒരു യൂട്ടേൺ ഒക്കെ അടിച്ചിറങ്ങിയപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്ന പേപ്പർ. അതെ, ആ ഒരു വൈബായിരുന്നു. എത്രയായിരുന്നു ലൈക്ക് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാള്, എനിക്ക് തോന്നുന്നു ചുരുക്കം ചില ആൾക്കാരിലേ ഉള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ BMW പ്രത്യേകിച്ച് ഫസ്റ്റ് ലൈക്ക് പുതിയത് ടാക്സ് കൊടുത്തെടുക്കുന്ന വണ്ടികൾ. ബാക്കി എല്ലാവരും ഡൽഹി രജിസ്ട്രേഷൻ എടുത്തിട്ട് കമത്തുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കൂട്ടിക്കും. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ ഈ ഒരു ഇപ്പം ഇത്ര രൂപയായെന്ന് നേരത്തെ പറഞ്ഞു, 62 ലക്ഷം രൂപ ഓൺ റോഡിൽ ഇറക്കാൻ പോകുന്ന വണ്ടിക്ക് എത്രയായിരുന്നു മനസ്സിൽ ബഡ്ജറ്റ് കണ്ടിരുന്നത്? ഇത്ര രൂപയുടെ മണ്ടയ്ക്ക് പോകില്ല. ഞാൻ എടുക്കുന്ന രണ്ടാമത്തെ ഒരു വണ്ടി എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ എന്റെ മനസ്സിൽ മാക്സിമം 40 ലക്ഷം.
മാക്സിമം ഒരു XUV 700 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു XUV 700 മനസ്സിലാകുമ്പോൾ ഒരു 32 റേഞ്ചിൽ ഫുൾ ഓപ്ഷൻ കിട്ടും. നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വണ്ടി, വലിയ വണ്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ വേറെ മോഡൽസ് നോക്കിയപ്പോൾ ഒന്നും കൂടി സ്യൂട്ട് ആവുന്നില്ല. ഈ 40-ന്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു വണ്ടി ഇല്ലായിരുന്നു. പിന്നുള്ളത് 50-ന് മുകളിലോട്ടുള്ള വണ്ടികളായിരുന്നു വേറെ കുറെ ബ്രാൻഡ്സിന്റെ. അപ്പോൾ പിന്നെ ഞാൻ വന്നപ്പോൾ BMW എടുക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോഴും മനസ്സിൽ എനിക്ക് അറിയത്തില്ല 62 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുമോ. എന്റെ മനസ്സിൽ എങ്ങനെ പോലും ഒരു 70-80 റേഞ്ചിലോട്ട് പോകും. അപ്പോഴാണ് അവരുടെ അടുത്ത് പറഞ്ഞത് 2 സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് കീഴിലെ സാധനമുണ്ട്. അതൊരു കൂപ്പേ വണ്ടിയാണ്, സെഡാനും അല്ല, ഒരു കൂപ്പേ വണ്ടിയാണ്. സാറിന് ഇഷ്ടപ്പെടും. കുറെ അധികം ഫീച്ചേഴ്സ് ലോഡഡ് ആണ്, അടിപൊളി വണ്ടിയാണ്. ഇപ്പൊ നന്നായിട്ട് സെയിലും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓടിച്ച് നോക്കിയപ്പോൾ സംഭവം കിട്ടില്ല. BMW റെഫർ ചെയ്ത വണ്ടിയാണ് ആക്ച്വലി ഇത്. അപ്പൊ ഏത് വണ്ടി നോക്കാനായിരുന്നു അങ്ങോട്ട് പോയത്? എന്റെ മനസ്സിൽ ഞാൻ സീരിയസ്ലി X1 ആയിരുന്നു. അപ്പം എനിക്ക് X1 ആയിരുന്നു താല്പര്യം. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ BMW എൻട്രി ലെവൽ വെഹിക്കിളാണ്. അപ്പൊ അത് എടുക്കണം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു 55-60 ലക്ഷം SUV ആയിരുന്നു പ്ലാൻ. XUV ആയിരുന്നു ആദ്യത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് എന്തായാലും BMW വേണമെന്നുള്ള ആഗ്രഹമായി രണ്ടാമത് വണ്ടി ഓടിച്ചപ്പോ. അപ്പൊ മനസ്സിൽ X1 അല്ലെങ്കിൽ 2 സീരീസ് ഒരു എൻട്രി ലെവൽ കാർ. 3 സീരീസ് ഒന്നും ഇല്ല, മനസ്സിലില്ല. അങ്ങനെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അവസാനം 2 സീരീസ്. ഓക്കെ, ഇത് 2 ലിറ്റർ വണ്ടി. അതിന് എങ്ങനെയുണ്ട് മൈലേജ് ഒക്കെ? മൈലേജ് നമുക്കൊരു 12-13. നമ്മുടെ ഓടിപ്പിനാണോ അതോ അങ്ങനെ കിട്ടും? അല്ല, നമ്മുടെ ഓടിപ്പിനാണെങ്കിൽ കാല് കൊടുത്ത് സ്പോർട്സ് മോഡിൽ ഇട്ട് ഓടിച്ച 9. ഇതിന് നല്ല ആക്സലറേഷൻ ആണ് ഗൈസ്. 0 to 100 7 സെക്കൻഡ്. ഒരു 6.8 6.9 കയറും. പാഡൽ ഷിഫ്റ്റേഴ്സ് കൂടെ യൂസ് ചെയ്താൽ ടട്ടോ എന്ന് പറഞ്ഞ ഇങ്ങനെ ചാടി നിൽക്കുക. ഞങ്ങളിപ്പോൾ ബൈപ്പാസ് ഒന്ന് റൗണ്ട് അടിച്ച് വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താർ എടുത്ത വിശേഷങ്ങളോട്ട് വരുമ്പോൾ, താർ എടുക്കണം എന്ന് ആഗ്രഹിച്ച് കുറെ നാൾ കൊണ്ട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയല്ല താർ. പക്ഷെ ഒരു SUV വേണം എന്ന SUV സ്റ്റാൻസ് ഉള്ള ഒരു വണ്ടിയായിട്ട് കണക്കൂട്ടിയെടുത്ത വണ്ടിയാണ്. ഈ താർ എടുത്തില്ലായിരുന്നെങ്കിൽ ഏത് വണ്ടി എടുത്തേനെ ആ ഒരു പ്രൈസിൽ? താർ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസിന് മേ ബി ഞാൻ കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരും. എന്നാലും പക്ഷെ അത് കാറ്റഗറി മാറി. സെഡാൻ എന്റെ മനസ്സിലുള്ള പ്ലാൻ ആയിരുന്നു. വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി എന്നുള്ളൊരു സംഭവത്തില് വേർട്ടസ്, അതിന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത വേർട്ടസ് അവനുണ്ട്. പിന്നെ അല്ലെങ്കിൽ താറ്. ഇപ്പൊ SUV തന്നെ ആണെങ്കിൽ മേ ബി ഞാൻ ഒരു കോമ്പാക്ട് SUV എടുത്തേനെ. മേ ബി കിയ സെൽട്ടോസ് എടുത്തേനെ. സെൽട്ടോസ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ കിട്ടിയാനെ. ഫുൾ ഓപ്ഷൻ കിട്ടത്തില്ല, ഒരു മിഡിന് മുകളിൽ 26 കിട്ടിയാനെ. അപ്പോ 26 വരെ പുഷ് ചെയ്തേനെ. ഓക്കെ, എന്നിട്ട് എടുത്തേനെ. അപ്പൊ താറ് എടുത്തപ്പോ വീട്ടില് പ്രത്യേകിച്ച് പ്രാക്ടിക്കാലിറ്റി സൈഡ് നോക്കുമ്പോൾ 2 ഡോറേ ഉള്ളൂ. 3ാമത്തെ ഡോർ പിന്നെ അതുവഴി കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇതുവഴി കയറുമ്പോൾ വീട്ടുകാർ ഇങ്ങനെ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് 2ാമത്തെ കാറിന് ചിന്ത വന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കില് കുറച്ച് പ്രായമായ ആൾക്കാർ ചാടി കയറാൻ ഒന്നും പറ്റത്തില്ല. ഇച്ചിരി സമയം എടുക്കും. ഇപ്പൊ മഴയൊക്കെ പെയ്യും, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ബുദ്ധിമുട്ടും, നന്നായിട്ട് ബുദ്ധിമുട്ടും. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇതുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സോട്ടൊക്കെ ചില്ലടിച്ച് പോകണമെങ്കിൽ 2 പേർക്ക് പോകാൻ എത്ര സ്ട്രെച്ച് വേണമെങ്കിലും എത്ര കിലോമീറ്റർ വേണമെങ്കിലും റോഡിൽ കൂടെ വേണമെങ്കിലും റോഡ് വേണ്ട, ടെക്നിക്കലി റോഡ് വേണ്ട, പൊക്കോളും. അല്ല, പ്രത്യേകിച്ച് പണിയൊക്കെ നടക്കുമ്പോ കൊച്ചിയിൽ പോകുമ്പോൾ വൈബല്ലേ. കൊച്ചിയിൽ ഇപ്പോഴത്തെ നമ്മുടെ റോഡ് കണ്ടീഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SUV മസ്റ്റാണ്, എന്തായാലും വേണം. ആ വർക്ക് നടക്കുന്നിടത്തൂടെ ഒക്കെ പോവുകയാണെങ്കിൽ ഇത്രയും കനത്തിലൊക്കെയാണ് റോഡിന്റെ സൈഡിലൊക്കെ ഉള്ളത്. ഈ സാധനത്തിനൊന്നും ഒരു വിഷയമല്ല. അല്ല ഓക്കെ, അപ്പൊ BM-ന്റെ കേസ് വരുമ്പോൾ 62 കൊടുത്തെടുത്തതിൽ ഇപ്പം നിലവില് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ റിഗ്രറ്റ് ഉണ്ടോ? ഞാൻ റിഗ്രറ്റ് വിചാരിക്കുന്നില്ല. ഇല്ല, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി എടുത്തത്. വണ്ടിയുടെ സെലക്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓടി ആ റേഞ്ചിലൊക്കെ നോക്കിയായിരുന്നു? ഓടി ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയില്ല. അതിന്റെ ഒരു 1-2 റീസൺ എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ ഓടിക്ക് കുറവാണ് എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു ഒന്നാണ്. പിന്നെ ഓടിയിൽ എനിക്ക് അത്ര ഓടി ഫാൻ അല്ല. അപ്പൊ മനസ്സിൽ ഒന്നെങ്കിൽ ഒരു മെർസിഡീസ്, ഒരു BMW, അങ്ങനെ. മോർ ദാൻ ഇപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന ഒരു വണ്ടി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ പോലും ഒരു മെർസിഡീസ്, BMW എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു വികാരം, ഡ്രൈവേഴ്സ് കാർ. യെസ്. ഇപ്പൊ മെർസിഡീസ് ആയി എടുക്കുന്നെങ്കിൽ മേ ബി അതൊരു രാജകീയമായ പ്രൗഢി സംഭവം. BMW ആണെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഓറിയന്റഡ് റോഡ് പ്രസൻസ് ഉള്ളത് കൂടുതലും. അതൊരു വലിയ ഘടകമായിരുന്നു. കുറച്ച് റോഡ് പ്രസൻസ് ഉള്ള. ഇപ്പൊ ഞാൻ താർ ഉപയോഗിക്കുന്നു, എല്ലാവരും നോക്കും. ആ സമയത്ത് ഇപ്പോഴാണ് റോഡിൽ എല്ലാവരും കോമൺ ആയി. എടുക്കുന്ന സമയത്ത് അധികം ഇല്ല വണ്ടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ X1 ഒന്നും ആരും നോക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് മാറ്റിയിട്ട് നേരെ 2-ലോട്ട് വന്നപ്പോ ഈ കളറിലോട്ട് വന്നപ്പോ ഈ കളർ എങ്ങനെ ഈ വേറെ കളേഴ്സ് ഇതിന് ബ്ലാക്ക് ഒക്കെ ഇല്ല? ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് എടുക്കാതെ കളറിലോട്ട് വന്നു നടന്നുകൊണ്ട്. യെസ്, എക്സാക്ട്ലി. ഇപ്പൊ ഈ കളറിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡലിന് മാത്രം അവർ പ്രത്യേകം കൊടുക്കുന്ന ഒരു കളറാണ്. ഇപ്പൊ വണ്ടിയുടെ ആഡിലും പരസ്യത്തിലും ഒക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് വേൾഡ് മൊത്തം ഇവർ ഈ കളർ ഈ ഒരു സീരീസിന് മാത്രമേ ഉള്ളൂ, 2 സീരീസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ അകത്ത് ഞാനിപ്പോൾ കുറെ ഡ്രൈവ് ചെയ്തു. ഇതൊരു കൂപ്പേ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ ഈ വണ്ടിയിലുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഓടിക്കാൻ ഫണ്ണാണ്. കാരണം നമുക്ക് ഫേസിൽ എക്സൈറ്റ്മെന്റ് മനസ്സിലാവും കാല് കൊടുക്കുമ്പോൾ. ഓക്കെ, ഇലക്ട്രിക് വണ്ടിയോട് താല്പര്യമുണ്ടോ? ഇലക്ട്രിക് വണ്ടിയോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര താല്പര്യം ഇല്ലായിരുന്നു.
പക്ഷേ ഇല്ലായിരുന്നു. ഇപ്പോൾ ആയി വരുന്നു. എന്നായിരുന്നു എനിക്ക് സീരിയസ്ലി BMW എടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും എടുക്കായിരുന്നു. ഈ ഒരു റേഞ്ചിന് അടിപൊളി വണ്ടി കിട്ടിയാണ്. അപ്പൊ ആ സമയത്തില്ല. പക്ഷെ മഹേന്ദ്ര ഇപ്പൊ ഇറക്കിയ വണ്ടികളൊക്കെ കണ്ടപ്പോൾ ഓക്കെ ഒരെണ്ണം കൂടെ ആഡ് ഓൺ ആയി ഇനി ഒരു നെക്സ്റ്റ് വണ്ടി വാങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം ഫിനാൻസ് എല്ലാം നോക്കി ചെയ്യുന്ന ഒരാളാണ്. അതായത് ഫിനാൻഷ്യലി നമുക്ക് ബർഡൻ വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിൻടെക് ക്രിയേറ്റർ ആണ്. സോ അപ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടി എടുക്കുമ്പോൾ മെയിൻലി നമ്മൾ ചിന്തിക്കുന്നത് എന്താ, മെയിൻ്റെനൻസ്, അത് മേയിച്ചുകൊണ്ട് പോകാനുള്ളത്, എണ്ണ അടിക്കാനുള്ള സംഭവങ്ങൾ, ഇതെല്ലാം റീസെയിൽ, ഇതെല്ലാം നമ്മൾ കൺസിഡറേറ്റ് ആയിരിക്കും ഒരു വണ്ടി മേടിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രീമിയം വണ്ടി മേടിക്കുമ്പോൾ ഇതെല്ലാം കൂടുതലായിരിക്കും. റീസെയിൽ ഭയങ്കര കുറവായിരിക്കും, അതുപോലെ മെയിൻ്റെനൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് BMW എത്തിയ സ്ഥിതിക്ക് ഇലക്ട്രിക് എന്നൊരു കാറ്റഗറിയും കൂടെ നോക്കിയായിരുന്നെങ്കിൽ ഏത് നോക്കിയാനെ? ആ സമയത്ത് എനിക്ക് തോന്നുന്നു BYD വണ്ടികളുണ്ടായിരുന്നു. BYD ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ടാറ്റയുടെ നെക്സോൺ അങ്ങനത്തെ വണ്ടികളുണ്ട്. കർവ് വന്ന സമയം. പിന്നെ MGയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. MG ZCV ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. BYD ആയിരുന്നു കുറച്ച് പ്രീമിയം ലെവലിലുള്ളത് ഉണ്ടായിരുന്നത്. പിന്നെ ബെൻസിന്റെ ഒക്കെ 70 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ബെൻസിന്റെ E ക്ലാസ് ഒക്കെ കിട്ടിയ അങ്ങനത്തെ കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു EV-യിൽ. അപ്പൊ അത് നോക്കിയായിരുന്നു അതോ EVയെ നോക്കിയില്ല? EV ഒന്നും നോക്കിയില്ല. കാരണം ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചായിരുന്നു? സീരിയസ്ലി ഉറപ്പായിട്ടും ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ അത്രയും ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 100 കിലോമീറ്റർ ഓടണം, അല്ലെങ്കിൽ അത് ബെനിഫിഷ്യൽ ആവില്ല. ഇപ്പൊ ഒന്നിക്കുള്ള 3-4 വണ്ടിയുള്ള ഒരു വീട്ടിൽ ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ അത് അത്ര ഓടുവന്ന്. അപ്പൊ അത് ഓടിയില്ലെങ്കിൽ അത് ബെനിഫിഷ്യൽ ആവില്ല. അന്ന് ആ സമയത്ത് നമ്മുടെ MGയുടെ മറ്റേ ഓഫർ ഒന്നും ഇല്ല. ഇപ്പോഴെല്ലാവരും അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഒക്കെ ഇപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് അതൊരു കൺസേൺ ആണ്. അപ്പൊ എന്റെ മനസ്സിൽ അന്ന് നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ പേയിങ്, നമ്മൾ ആ പൈസ കൊടുക്കുന്നത് വണ്ടിക്ക് മാത്രമല്ല, അതിന്റെ ആ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൂടിയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ വെറുതെ അങ്ങനെ പൈസ കളയണ്ട, ഡെവലപ്ഡ് ആവട്ടെ, അപ്പൊ ഒരു വണ്ടി എടുക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ ഓക്കെ അങ്ങനെ പോയി. ഓക്കെ, ഇന്നായിരുന്നു 2025. ഇത് ഏത് മാസം? ഏതാ മാസം ഇത്? ജൂൺ മാസത്തിലാണ് പുതിയ വണ്ടി എടുക്കുന്നെങ്കിൽ ഏത് വണ്ടി എടുത്തത്? 62 ലക്ഷം കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏത് വണ്ടി എടുത്തത്? ഞാൻ 62 ലക്ഷത്തിൽ ഒരു 30 ലക്ഷം രൂപ മാറ്റിയിട്ട് 30 ലക്ഷത്തിന് XCV9 എടുത്തത്. കാരണം ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇനി അടുത്തോട്ട് വാ. ഞങ്ങൾ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഇതിന്റെ ഓരോ ഫീച്ചേഴ്സും മഹീന്ദ്രയുടെ EV വണ്ടികൾ വെച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ, വലിയ സംഭവം. ഈ BMW തരുന്ന ത്രില്ല് XCV കിട്ടത്തില്ല, പക്ഷേ XCV തരുന്ന ത്രില്ല് BMW കിട്ടത്തില്ല. അങ്ങനെ ഒരു രണ്ട് കാറ്റഗറി. അപ്പൊ എന്നോട് ഇപ്പൊ വരാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഗ്യാരേജിൽ 2 വണ്ടികൾ ഇടാനുള്ള സ്ഥലത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്ഥലം കൂടെ ഉണ്ട്. അപ്പൊ മിക്കവാറും ഒരു EV വരുന്നത്. EV എടുക്കുവാണെങ്കിൽ ഇനി ഒരു EV ഏത് ബഡ്ജറ്റിലുള്ളത് ഏതെടുക്കും? മഹീന്ദ്രയുടെ വണ്ടി എടുക്കും. ആ 30 ലക്ഷം ആ റേഞ്ചിൽ തന്നെ. വേറെ ബ്രാൻഡുകൾ ആ റേഞ്ചിൽ കൊണ്ടുവന്ന മഹീന്ദ്ര ഇഷ്ടം? മേ ബി MG അടിപൊളിയാണ്. ഇപ്പം വിൻസർ അപ്പൊ ആ വണ്ടി അടിപൊളിയാണ്. വിൻസർ ഇഷ്ടപ്പെട്ടു. അതും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. അവർ കൊടുക്കുന്ന ഓഫറും അടിപൊളി. 21 ലക്ഷം രൂപയ്ക്ക് 450 കിലോമീറ്റർ ഓടും. കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അങ്ങനെയാ. അതുപോലെ ഓട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടെക്നിക്കാലിറ്റി. എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് മാസം ഇപ്പോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഒരു 2000 ഇടയ്ക്ക് ഓടുന്നുണ്ട്. മേ ബി 2 വണ്ടി അല്ല 2 വണ്ടിയും കൂടെ അത്രയും. പിന്നെ EV എടുത്താൽ പെട്ടെന്ന് മുതലാവത്തില്ല, പതുക്കെ മുതലാവത്തുള്ളൂ. EVയെ കുറിച്ച് ചിന്തിച്ചാൽ EVയുടെ ലാഭത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതിന്റെ ലാഭത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഡെയിലി ഓടണം എന്റെ ഒരു ഇതില്. ക്രിയേറ്റേഴ്സ് ഡെയിലി ഓട്ടോ ലൈഫ് ടൈം വാറണ്ടി കൊടുത്തു തുടങ്ങി എന്നാ ഒരു വർഷം ആയി കാണും. അത് മിക്ക വണ്ടികളിലില്ല, MG മാത്രമേ ഉള്ളൂ. മഹീന്ദ്ര വന്നതിന് ശേഷമാണ് കൊടുത്തത്. ഞാൻ BM എടുക്കുന്ന സമയത്ത് ഒരു കൺസേൺ ആയിരുന്നു, 8 വർഷം വാറണ്ടി ഇല്ല. ഇഫ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇഫ് എന്തെങ്കിലും ബാറ്ററിക്ക് ഡാമേജ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇലക്ട്രിക് ഒരു വണ്ടി കൂടെ. അപ്പൊ ഗൈസ്, നമ്മൾ കരിങ്ങാലി പുഞ്ചയിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മുടെ 2 വണ്ടികളും ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ BMW ഫീച്ചേഴ്സും ഇന്റീരിയർ സംഭവങ്ങളും നോക്കാം. ഓക്കെ, ബാ. എടുത്ത വീഡിയോ കണ്ടോണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ. ഓക്കെ, അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ഈ ഒരു പ്രീമിയം സെഗ്മെന്റിൽ കിട്ടുന്ന ആദ്യത്തെ വണ്ടി ഇതായിരിക്കുമല്ലോ, ഫ്രെയിംലെസ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് ഫ്രെയിം ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രീമിയം ഫീലാണ് കാണാൻ. നമുക്ക് കീഴാണെങ്കിൽ വോക്സ്വാഗൺ കൂട്ട് ഫുൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇതാണ്ട് ഫുള്ള് വണ്ടി ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ഗ്ലാസും ഇതെല്ലാം താഴുന്ന രീതി. ഇവിടുത്തെ ഗ്ലാസ് ഉണ്ടോ താഴുന്ന രീതിയിൽ
നമുക്ക് ചെയ്യാം. ഡോർ സൺറൂഫ് അടക്കം പൊങ്ങും. ഓ ആണല്ലേ, ആ ഓക്കെ, നൈസ്. കണ്ടോ ഈ ഗ്ലാസ് പ്രത്യേക ഇത് കാണാനല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വൈബ. പക്ഷെ നമ്മൾ അടയ്ക്കുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. യെസ്, ഫ്രെയിം ഇല്ലാത്തതിന്റെ ഒരു ആ ഒരു തട്ട് സൗണ്ട് മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്? യെസ്, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓട്ടോ പാർക്കിംഗ്. അത് ഓക്കെ, നിങ്ങൾ വിഷ്വൽ കണ്ടോ? ഞങ്ങൾ കുറച്ച് മുമ്പ് അടൂർ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഈ കാണുന്ന പോലെ നമുക്ക് നമ്മുടെ ഈ കാണുന്ന വണ്ടി ഓട്ടോ പാർക്ക് ചെയ്യാൻ പറ്റും, റിവേഴ്സ് അസിസ്റ്റന്റ്, പിന്നെ വേറെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ട്? പിന്നെ പറഞ്ഞിട്ട് ബാക്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് കാര്യങ്ങൾ ലെവൽ 2 ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ലെവൽ 2 ഉണ്ട്. ബാക്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ പെട്ടെന്ന് ഒരു വണ്ടി വല്ലതും കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി നിൽക്കും. യെസ്, ആൻഡ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, സ്പീഡ് ലിമിറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇപ്പൊ 80 ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിന്റെ മണ്ടക്കോട് ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ് ഭയങ്കര ഇഷ്ടം? ഒബ്വിയസ്ലി എക്സോസ്റ്റിന്റെ നോട്ട്, മോശമല്ലാത്തൊരു നോട്ട്. ഈ കേൾക്കുന്നതാണ് ഈ വണ്ടിയുടെ 220i എക്സോസ്റ്റ് നോട്ട്. നല്ല കിളിനാദം പോലത്തെ നല്ലൊരു പെട്രോൾ എക്സോസ്റ്റ് നോട്ടാണ്. നല്ല രസമാണ് അത് കേൾക്കാൻ. നമ്മളൊന്നും ചെയ്യിച്ചിട്ടില്ല, സ്റ്റോക്ക്. ഓക്കെ, പിന്നെ വേറെ? പിന്നെ മോശമല്ലാത്തൊരു, ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അടയോ? ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് അടയോ? ഇല്ല. ഓ നൈസ്. അത്യാവശ്യം നല്ല ഡിക്കി ഉണ്ട്. ഒരു 4 ബാഗ് കിടക്കുമല്ലോ, 4 ബാഗ് മണ്ടയ്ക്കായിട്ട് വെച്ചാലും കിടക്കും സുഖമായിട്ട്. യെസ്, അത്യാവശ്യം കിടക്കും. ബാക്ക് സൈഡിൽ ട്രേഡ് ട്രാവലർ അഭിജിത്ത് എന്നൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, വലുതാക്കണം എന്നൊക്കെ പറയുന്നത് കേട്ട്. ഓക്കെ, പിന്നെ പക്ഷേ ഇതിന്റെ പൊസിഷൻ, സീറ്റിന്റെ ഒരു പൊസിഷൻ, പിന്നെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എല്ലാ വേസും, റൈഡ് വേസ്. മെമ്മറി ഫംഗ്ഷൻ ഇവിടെ ഇല്ല, ഡ്രൈവർ സീറ്റിലുണ്ട്. ടൈ സപ്പോർട്ട് നമുക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടൈ സപ്പോർട്ട് നമുക്ക് മാനുവലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ സീറ്റ് ഫുള്ളി ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കംഫർട്ട് അപ്പ് അറിയാൻ പറ്റും. ഇവിടെ വരെ നമുക്ക് സപ്പോർട്ട് കിട്ടും. വീട്ടിൽ നിന്ന് കേട്ടെന്ന് പോവാം. മെയിൻലി ഈ വണ്ടി 2 പേർക്കാണ് അല്ലേ? അത് പറയാൻ കാരണം ഇതിന്റെ ഇതൊരു കൂപ്പയാണ്. അതിൽ പറയാൻ കാരണം ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ മനസ്സിലാവും. മിക്ക BMW സെഡാനും ആ ഒരു കൈൻഡാണ്. ഇപ്പൊ BMW i4 ആണെങ്കിലും നമുക്ക് യെസ് 2 പേർക്കാണ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറയാം. കാരണം ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ അത്ര അധികം സ്പേസ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. ആകെ ഇതിനകത്ത് ലാക്ക് ചെയ്യുന്നത് ഹെഡ് റൂമാണ്. കാരണം ഇതൊരു കൂപ്പ ആയതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നതുകൊണ്ട് ഈ വണ്ടി ചെറിയൊരു ഹൈറ്റ് പ്രശ്നം ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ. എന്നാലും അവർ 3 പേർക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് പനോരമിക് സൺറൂഫാണ്. പനോരമിക് സൺറൂഫ് ആണെന്ന് ആഗ്രഹമായിരുന്നു അല്ലേ? അതെ, അതൊരു വലിയ ആഗ്രഹം. ഇപ്പം എനിക്ക് അത്യാവശ്യം നീളമുണ്ട്, ഒരു ഏകദേശം ഒരു 6 ഫീറ്റിന്റെ അടുത്തുണ്ട്. എന്നിട്ട് പോലും ഇവിടെ എനിക്ക് കംഫർട്ടബിൾ ആണ് ആക്ച്വലി. അങ്ങനെ യാത്ര ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ യാത്ര ചെയ്യാറില്ലെങ്കിൽ പോലും കംഫർട്ടബിൾ ആണ്. ഐ മീൻ എന്റെ എന്നാലും അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. തട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കും, പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഈ കൂപ്പ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചത്, ആൾക്കാർ വീട്ടുകാർ ഇപ്പോൾ നമ്മൾ താറിന്ന് പ്രാക്ടിക്കാലിറ്റി നോക്കിയാണല്ലോ കൂപ്പയിലോട്ട് വന്നത്. അപ്പോൾ കൂപ്പ എടുത്തപ്പോൾ ആൾക്കാർ വീട്ടിൽ എന്താ പറഞ്ഞേ? ഇല്ല, കംഫർട്ടബിൾ. അവർ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. വീട്ടിൽ അത്ര വലിയ ഹൈറ്റ് ഉള്ളവരില്ല. ഇല്ല, അമ്മയാലും അനിയത്തിയാലും കംഫർട്ടബിൾ ആണ് വണ്ടി. ഈ വണ്ടിയിൽ കംഫർട്ടബിൾ ആണ്. ആൻഡ് ഈ വിലക്ക് പറഞ്ഞിട്ട് BMW LEDs കൊടുക്കുന്നുണ്ട്. BMW കണ്ണ് യൂണീക്ക് ആയിട്ടുള്ള BMWന്റെ LEDs വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ വണ്ടി മേടിച്ചിട്ട് ഇതും കൂടെ ഉണ്ടായിരുന്നു, ഈ ഒരു ഫീച്ചേഴ്സ് ഇത്ര വിലയ്ക്ക് ഈ ഒരു ഫീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? അങ്ങനെ മിസ്സിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. എത്ര 62 ലക്ഷം കൊടുക്കുന്ന വണ്ടിക്ക് 360 അത് വളരെ മോശമാണ് ശരിക്കും. അതൊരു കുറവാണ്. പിന്നെന്താ വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് പെഡിസ്ട്രിയന്റെ ഒന്നും അഡാസ് ഇല്ല. നടന്നു പോകുന്നവരെ കിട്ടത്തില്ല. ഒരു ചെറിയൊരു മിസ്സിംഗ് ആണ്, നമ്മൾ ശ്രദ്ധിച്ചോണം. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നതോ ഏറ്റവും വലിയ കൺസേൺ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതാണ് ഇത്രേ ഉള്ളൂ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഒരു ഫോൺ നേരെ വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ആ ഒരു ഇതേ ഉള്ളൂ. ഐ തിങ്ക് 157 അത്രേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4-5 പേര് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ താഴും പണിയാവും. ആൻഡ് ഓൾസോ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം 2 സീരീസിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടയറിന്റെ പ്രൊഫൈൽ കുറവായിരുന്നു എന്നുള്ളത് വലിയൊരു വിഷയമായിരുന്നു. ഇതിപ്പോ ഇട്ടിരിക്കുന്ന ടയർ നോക്കണ്ട, ഇത് അപ്ഗ്രേഡ് ഞാൻ ചെയ്തതാണ്. ഇതിനകത്ത് കിടന്നത് 225/45R 17 വീലായിരുന്നു കിടന്നത്. അതിപ്പോ 225/50R 70 കൺവേർട്ട് ആയി. അത് മാത്രമല്ല, ഇതിനകത്ത് കിടന്നത് ആക്ച്വലി അൺഫ്ലാറ്റ് ടയേഴ്സ് ആയിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി ഞാനിപ്പോ നോർമൽ ടയേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. പ്രൊഫൈൽ കുറവാണ്, തിക്നെസ് ഇവിടെ കൂടുതലാണ്. ചെറിയൊരു ഗട്ടറിൽ അടിക്കുമ്പോൾ തന്നെ ഇവിടെ കൊണ്ട് പൊട്ടി വീഴും. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ കാണിക്കാം. ഓക്കെ, അത് പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. ആ കൺസേൺ ഇപ്പൊ മാറി. ഇപ്പൊ കംഫർട്ട് കൂടി, അതായത് കുറച്ച് ഹൈറ്റും കൂടി 5 ടയറിന്റെ ആ ഒരു ഹൈറ്റ് കൂടി.
യെസ്, ഇവിടെ ബാഡ്ജിങ് ഒക്കെ ഉണ്ടല്ലേ? യെസ്, ബിക്കോസ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം കിറ്റ് വരുന്നുണ്ട്, സ്പോർട്സ് കിറ്റ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അത് ഫുള്ള് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പോർട്സ് എം സ്പോർട്ട് കിറ്റ് വരുന്നുണ്ട്. ഈ മോഡൽ അങ്ങനെയാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ട് 2 സീരീസിന്റെ എം സ്പോർട്ട് വേരിയന്റ് അത്. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എം സ്പോർട്ട് വേരിയന്റ്. എം സ്പോർട്ടിന്റെ വണ്ടിക്ക് ഷാഡോ എഡിഷൻ ഉണ്ട്. വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഷാഡോ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ഡീക്രോമിംഗ്. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇന്റീരിയറിലെ ഈ ഒരു ബീജ് കളർ ഇഷ്ടമാണോ അതോ അത് യൂസ് ഇറ്റ്സ് എ പ്രീമിയം വണ്ടി. അത് ഓക്കെയാണ്. പക്ഷെ അത് ഡെയിലി ലൈഫിൽ എങ്ങനെ അത് കുഴപ്പമില്ല, ബീജോ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. താർ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു റഫ് യൂസ് BMW എന്തായാലും വരുന്നില്ല. സോ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമില്ല. എന്തായാലും മഹേന്ദ്ര നമ്മുടെ താർ 5 ഡോറിൽ വൈറ്റ് കൊടുത്തിട്ട് അത്രയും വരത്തില്ല ബീജ്. അവിടെ മഹേന്ദ്ര ഓക്കെ. അപ്പോ ഈ വണ്ടിയിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞത്, മെയിൻലി നമ്മൾ ഈ വണ്ടിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷെ ഈ വണ്ടിയിൽ ഉള്ളതിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും 2 കാര്യങ്ങൾ ഉള്ളതിൽ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ 2 കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നു മ്യൂസിക് സിസ്റ്റം ഹാർമൻ ഗാർഡൻ അല്ല, അതിന്റെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡ് പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹാർമൻ ഗാർഡൻ തന്നെ കൊടുക്കാമായിരുന്നു. ഇപ്പൊ 3 സീരീസിനകത്ത് വെച്ചിരിക്കുന്ന സെയിം മ്യൂസിക് സിസ്റ്റം ഇവിടെ കൊടുക്കാറുണ്ട്. അതേ ഉള്ളൊരു എനിക്കൊരു പോരായ്മ. മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു ഫീൽ ചെറുതായിട്ടൊരു കുറവുണ്ട്. എല്ലാവർക്കും മനസ്സിലാവത്തില്ല, പക്ഷെ എന്തൂസിയാസിസ്റ്റ് 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു നെഗറ്റീവ്? വേറെ നെഗറ്റീവ് എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് നെഗറ്റീവുകളൊന്നും വേറെ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ബാക്കിയെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് 100%. അല്ല, അടിപൊളിയാണ്. ഇതൊരു 2 ലിറ്റർ എഞ്ചിനാണ്. ഓടിക്കാൻ എങ്ങനെയുണ്ട്? ഓട്ടിക്കാൻ അടിപൊളി, പറന്ന് കയറി കിളിക്കുഞ്ഞ് പറന്ന് കയറിപ്പോ ബിക്കോസ് 2 ലിറ്റർ എഞ്ചിനാണ്, 189 BSP ഉണ്ട്. മോശമല്ലാതെ പറന്ന് കയറിപ്പോവും സാധനം. 7 സെക്കൻഡിനുള്ളിൽ പറന്ന് 100 അടിക്കും. 100 അടിക്കും. ഹാൻഡിലിംഗ് സ്റ്റെബിലിറ്റി ഹാൻഡ്ലിംഗ് പക്ക. നമ്മൾ എവിടെ പിടിക്കുന്ന വണ്ടി അവിടെ നിൽക്കാതെ മാത്രമല്ല, ടേണിങ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ 120-140 ഒക്കെ ടേണിംഗ് അടിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകത്തില്ല. 100% പക്ക. ആ ഒരു കാര്യത്തിൽ സ്റ്റെബിലിറ്റി. പിന്നെ BM ആണ്, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. അത് മെയിൻലി BM മാത്രമല്ല, വോക്സ് വാഗൺ, ജർമ്മൻ കാർസ് എല്ലാം ഈ പറഞ്ഞ ക്വാളിറ്റി ആ രീതിയിൽ ഓടിക്കുമ്പോൾ മൈലേജ് 7-8 പോകും, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ബ്രേക്കിംഗ് ആയാലും അടിപൊളി. സർവീസിലും ഓക്കെ സാറ്റിസ്ഫൈ. സർവീസ് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്ന്. ഇപ്പൊ ഞാനിപ്പം വണ്ടി എടുക്കുന്നതിന് മുന്നേ പ്രീമിയം കാസിന്റെ ഒക്കെ സർവീസ് അടിപൊളിയായിരിക്കും, ഭയങ്കര എക്സ്ട്രീ ലെവലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനൊന്നും അല്ല, നോർമൽ. നമ്മുടെ മഹേന്ദ്രയിൽ, ടാറ്റയിലൊക്കെ എന്താണോ കിട്ടുന്നത്, സുസുക്കിലൊക്കെ എന്താണോ കിട്ടുന്നത്, അത്ര തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല സർവീസിൽ. അവരൊന്നും ചെയ്യുന്നില്ല. മേ ബി ഓരോ പാർട്സിന്റെ സാധനങ്ങൾക്കും കൊടുക്കുന്ന സർവീസിനും പൈസ കൂടുതലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ക്വാളിറ്റി ഉണ്ട്. ഒബ്വിയസ്ലി ഇത്രയും വില കൂടിയ വെഹിക്കിൾ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കോസ്റ്റ് വരും. പക്ഷെ എനിക്ക് ഓവറോൾ അവരുടെ ബിഹേവിയറും ബാക്കി കാര്യങ്ങളൊന്നും മോശമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ വണ്ടിയിലും നമ്മൾ ആ കാണുന്ന താറിലും ഇനിയും ചെയ്യാൻ പോകുന്ന മോഡിഫിക്കേഷൻസ്, അതിന് മുമ്പ് താറിന്റെ മോഡിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മോഡിഫിക്കേഷൻ വൈസ് മീൻസ് കുറച്ച് ചില്ലറ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ഈ ഇതിന് പറയുന്ന പേരെന്താ, ഒരു മഞ്ഞ കളറിലെ മൗസ് ലൈറ്റ് ഓക്കെ ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു ഡോർ ഇഞ്ചസ് പിന്നെ ബാക്കിലത്തെ ലൈറ്റുകൾ മൊത്തം മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ ഫുൾ യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സ് ഷേപ്പിലുള്ള ടെയിൽ ലാമ്പ്, മുകളിലെ ഇൻഡിക്കേറ്റർ പ്ലസ് ബ്രേക്ക് ലൈറ്റ്, സ്പോയിലർ ലൈറ്റ് എല്ലാം കൂടെ കത്തുന്ന സാധനമുണ്ട്. റിഫ്ലക്ടർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യം മഹീന്ദ്രയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം ഞാൻ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബാക്കിലെ ആം റെസ്റ്റ് അത് ഭയങ്കര നീഡഡ് ആയിരുന്നു ഈ വണ്ടിക്ക്. ഈ ആം റെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അത് ഭയങ്കര ഉപകാരമാണ്. ലോങ് ഡ്രൈവിലൊക്കെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇന്റീരിയറിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു സാധനം അത് ചെയ്തില്ലെങ്കിൽ ഇരുന്ന് പോകാലോ അല്ലേ? മോശമില്ല, ഇരുന്ന് പോവാം. ഓക്കെ, അപ്പൊ ഇനിയും വണ്ടികളിൽ ഈ താറിലും ഈ താറിലും അവിടെ ഒരു താറ് കിടപ്പുണ്ട്, അതും റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോ ഈ താറിലും BMW ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, BMW ഒന്ന് ട്യൂൺ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, സ്റ്റേജ് 2 ഒന്ന് ട്യൂൺ ചെയ്യണം. പിന്നെ എക്സോസ്റ്റ് നോട്ട് കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കട്ട്, സോ അതുകൊണ്ട് തക്കാതെ ഒന്ന് അനങ്ങാതിരിക്കുന്നു. വാറണ്ടി ഒക്കെ ഒന്ന് കഴിയുമ്പോൾ, ഇഫ് വാറണ്ടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ മേ ബി ചെയ്തേക്കാം. തൊടുന്ന സൂക്ഷിച്ച് വേണം, താറ് പോലല്ല. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് പണി കിട്ടും. ഓക്കെ, പിന്നെ അലോയ് മേ ബി അലോയ് ഒരു ഗോൾഡൻ ഒരു സാധനം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. അപ്പൊ ആ സാധനം ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അകത്തൊന്നും ചെയ്യാനില്ല, എല്ലാം ഉണ്ട്. ഇപ്പൊ ആംബിയൻസ് ആയാലും എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഒരു സ്പോയിലർ, ബാക്കിൽ ഒരു സ്പോയിലർ ആണോ ലിപ്പാണോ ഉദ്ദേശിക്കുന്നത്? സ്പോയിലർ സ്പോയിലർ എനിക്ക് തോന്നുന്നു BM-ന്
ഈ ഒരു മോഡൽ കൂപ്പേ മോഡലിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സെഡാനാ കുറച്ചുകൂടെ മാച്ച് ചെയ്യുന്നത്. ഈ വണ്ടിയുടെ അകത്തോട്ട് വരുമ്പോൾ അകത്ത് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള ഫീച്ചേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സാധനം. ഇതിനകത്ത് നമുക്ക് സ്പീഡോമീറ്റർ, RPM, അതുപോലെ തന്നെ മാപ്പ് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് മാപ്പും കിട്ടും. ഇഫ് നമ്മൾ മാപ്പ് ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സാധനം നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് ഡയറക്ഷൻ കാണിക്കും. അത് ഭയങ്കര ഉപയോഗമാണ്. ഓ അത് കൊള്ളാം. അത് BM-ന്റെ മാത്രം കുറച്ചുകൂടെ യുണീക്ക് ആയിട്ട് BM-ന്റെ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൊക്കെ തീം കുറച്ചുകൂടെ സ്പോർട്ടി സാധനമാണ്. ഇവിടെ എന്തൊക്കെ കൺട്രോൾസ് ഉള്ള? ഇവിടെ നമ്മുടെ ഇക്കോ പ്രോ ആകുമ്പോൾ മാറും, കംഫോർട്ട് മോഡിൽ മാറും, അത് റെഡിലോട്ട് മാറും. കുറച്ചുകൂടെ ഒരു സ്പോർട്സ് സാധനമാവും നമ്മുടെ ഇതിന്, സ്പോർട്സ് മോഡ്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എന്തൊക്കെയുണ്ട്? കൺട്രോൾസ് വരുന്നത് ഇവിടെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കോൾ എടുക്കുന്ന സാധനങ്ങളും ബ്ലാ ബ്ലാ ബ്ലാ. ഇപ്പുറത്ത് വരുമ്പോ നമുക്ക് അഡാസ് വരുന്നത് സ്പീഡ് ക്രൂസ് കൺട്രോള്, സ്പീഡ് ലിമിറ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈസിലി നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭയങ്കര സ്മൂത്താ, മറ്റുള്ള വണ്ടിയേക്കാളും സ്മൂത്ത് ആണ്. പിന്നെ ഇവരുടെ ഈ ഒരു ഐ ഡ്രൈവ് എന്നല്ല ഈ ടെക്നോളജി പറയുന്നത്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഈ പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ നോക്കാനും എക്സാക്ട്ലി നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഉപയോഗമാണ്. നമുക്ക് എല്ലാം അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇപ്പം 3 സീരീസിലോട്ടൊക്കെ വരുമ്പോ AC-യുടെ ഒക്കെ സാധനങ്ങൾ ഡിസ്പ്ലേ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. അത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും പറ്റത്തില്ല. AC-യുടെ സാധനങ്ങൾ ഫിസിക്കലി ഇങ്ങനെ പുതിയ വണ്ടികൾക്കൊന്നും ഇല്ല. പുതിയ അതെ, എല്ലാ വണ്ടിക്കും ടച്ച് സ്ക്രീനിൽ തന്നെ. ഇഫ് എനി ഗ്ലിച്ച് ഹാപ്പൻസ്, ഫിസിക്കൽ ഫിസിക്കൽ സ്വിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഫിസിക്കൽ സ്വിച്ച് തന്നെയാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും ഓരോ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതിന്റെ മ്യൂസിക്കിന്റെ കൺട്രോൾസിന്റെ ബട്ടൺസ്, മ്യൂസിക് കൺട്രോൾസ് ആണ്. പിന്നെ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ആണല്ലോ, ഫാസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കീ. ഓക്കെ, പിന്നെ അടിപൊളി ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ചാർജർ കണക്ട് ചെയ്യാം. ആ വയർ ഇങ്ങനെ തന്നെ എടുക്കാനും ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് ഭയങ്കര ഉപയോഗമാണ്. നമുക്ക് ആവശ്യമുള്ള മാത്രം വയർ എടുത്താൽ മതി. ഇപ്പൊ കുറച്ച് മതിയെങ്കിൽ അത് അത്ര എടുത്തിട്ട് ഈസിലി ക്ലോസ് ചെയ്ത് അത് മാത്രമായിട്ട് നിൽക്കാം. യൂസ്ഫുൾ ആണ്. ഇവിടെ മുകളിൽ നമുക്ക് സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ലൈറ്റ് ഉണ്ട്. ഇതൊരു ഫേവറേറ്റ് സാധനമാണ്. ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഉപയോഗമാണ്. ഇനി ഇതിന്റെ ക്യാമറ ഡിസ്പ്ലേ 360 ഇല്ല, അതൊരു പോരായ്മയാണ്. 360 ഇല്ലെങ്കിൽ പോലും ബാക്കിലത്തെ ആ ഒരു ആംഗിൾ മൊത്തം വൈഡ് ആയിട്ട് കിട്ടും. അത് ഭയങ്കര ഉപയോഗമാണ്. പിന്നെ ഇതിന്റെ സെൻസർ, സറൗണ്ട് സെൻസർ ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇല്ലെങ്കിലും അതുപോലെ തന്നെ 360 ഡിഗ്രി സെൻസർ ഉണ്ട്. അത് ഭയങ്കര യൂസ് ആണ്. നമുക്ക് ഫുള്ളി ഇതിപ്പോ ഞാൻ യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട് വണ്ടി. ഓക്കെ, നമുക്കിവിടെ AC-യുടെ നോബ് കാണാം. അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ഉണ്ട്. യെസ്, ഗ്ലൗ ബോക്സ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണല്ലേ? മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ്. ഹാർഡ് പ്ലാസ്റ്റിക് അല്ല. ഇവിടെയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ സൈഡിലാണെങ്കിലും ഒരു കാർബൺ ടൈപ്പ് ഫിനിഷ് വരുന്ന സാധനം ഉണ്ട്. ഇവിടെ വൈറ്റ് കളർ ഉണ്ട്. യെസ്, ഇവിടെ ആണോ രാത്രിയിൽ? ഓക്കെ, ആൻഡ് ഇവിടെ ഫ്രെയിം ഇല്ലാത്തതിന് നമുക്ക് ഇവിടെ കാണാനുണ്ട്. ബാക്ക് ഇത് ഇന്റീരിയർ മൊത്തം റൂഫ് ബ്ലാക്ക് കളർ തീമിലാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും. ലൈറ്റിന്റെ അപര്യാപ്തതയുണ്ട്. പനോരമിക് സൺറൂഫ് ഉണ്ട്. സൺറൂഫ് എന്ന് തുറന്നു കഴിഞ്ഞാൽ എത്രത്തോളം തുറക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൺറൂഫ് തുറക്കട്ടെ. കുറച്ചുകൂടെ ഇത്രയും നോക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ അങ്ങോട്ട് നോക്കാനുള്ള സാധനം ടെക്നിക്കലി നോക്കാനുള്ള സാധനമല്ല, ചൂട് വെളി കാണാനുള്ള സാധനം. ഓട്ടോമാറ്റിക് IRVM വരുന്നുണ്ട്. അത്യാവശ്യം നൈസാണിത്. ഇങ്ങനെയൊക്കെയാണ് മൊത്തം ഇന്റീരിയർ. ഇതിന്റെ ലൈറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഒറ്റ ഒരു സാധനം ഓൺ ആക്കാമെങ്കിൽ ഫുള്ള് ഇന്റീരിയർ ഫുള്ള് ഇവിടെ ലൈറ്റ് ഓൺ ആവും. അതുപോലെ തന്നെ നമ്മുടെ കാലിന്റെ അവിടുത്തെ ആക്സിലേറ്റർ പറയുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. അത് കുറച്ച് സ്ലീക്ക് ആണ് സാധനം. അത് നമുക്ക് അടിപൊളിയാണ്. നല്ല ഓടിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഓടിച്ചപ്പോ അറിയുന്നില്ല കേട്ടോ. അറിയുന്നില്ല സാധനം. ഇന്റീരിയർ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഓടിക്കുമ്പോ അതായത് കേടം ഇങ്ങനെ റിലാക്സ് ചെയ്ത് സ്പോർട്ടി മോഡിൽ ഓടിക്കാം. ഞാനിപ്പോ കുറെ ദൂരം ഓടിച്ചു, ഭയങ്കര രസമാണ്. കൈ നിൽക്കുന്നതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. BM അങ്ങനെ ഞാൻ പൊതുവെ അങ്ങനെ ഒത്തിരി വണ്ടി ഓടിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കൊടുക്കുന്ന പൈസക്ക് ആ ഓടിക്കുന്നതിന്റെ ഫണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്തിനാണ് ഇത്ര പൈസ കൊടുത്ത് വണ്ടി എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കയറി ഇരുന്ന് ജസ്റ്റ് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ്. ഇതാണ് കാര്യം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടി വിശേഷങ്ങൾ, വാഹന വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ വീണ്ടും ഞാൻ വരാം ഇങ്ങോട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ
ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഞാനാ താങ്ക് യു പറയണ്ടേ. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.